നമ്മൾ ഈ കാണാൻ പോണ ആള് ചില്ലറക്കാരല്ല കേട്ടാ, പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നിന്ന ആളാണ്. അപ്പോൾ നോക്കി കണ്ടൊക്കെ സംസാരിക്കണം. അസർബേ എന്താ വീട് മനസ്സിലായാ? ഇത് നമ്മളെ കർമൂസം കായൽ നിന്ന് ആ സ്ഥാനാർത്ഥിയുടെ വീട്. ആ പാത്തോ, അസർപ്പ് എന്തിയെ? അസർപ്പൊക്കെ അടുക്കളയിലുണ്ട്. അപ്പൊ ഞങ്ങൾ വന്നത് എന്താണെന്നറിയാലോ? ഇതാണ് നമ്മളെ സ്ഥാനാർത്ഥി. അപ്പോൾ ബാക്കി സ്ഥാനാർത്ഥി പറയും. പാത്തുമ്മല്ല, പാത്തു. പാത്തു, എന്റെ പേര് രമ്യ. എന്റെ ചിഹ്നം കടച്ചക്ക. നിങ്ങളുടെ വീട്ടിലെ എല്ലാ വോട്ടും തന്നെ എന്നെ വിജയിപ്പിക്കണം. പണ്ടേ ഞാന് പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിച്ചിന്ന്. അന്ന് ഈ പറഞ്ഞ റഹീംക്കും കൂടെ ഉണ്ടായിന്ന്. ഒരു വോട്ട് എനിക്ക് ചെയ്തിട്ടില്ല, മനസ്സിലായ? എനിക്ക് ആകെ കിട്ടിയൊരു വോട്ടേ അസർപ്പിൻ്റെതാ. അസർപ്പ് ആരാന്നറിയോ? ഇന്റെ കെട്ടുവൻ. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എന്റെ വൈത്തല നടന്നതാ. ഇവരെ വോട്ടൊന്നും ഇക്കല്ലേന്ന്. ആകെ കിട്ടിയ ഒരു വോട്ട്. അന്നേ ഇന്റെ ചിഹ്നം കർമൂസേന്ന്. കർമൂസയ്ക്ക് ഒരു കുട്ടിയാളെ ഇവിടെ വോട്ട് ചെയ്തില്ല. എന്നിട്ട് കടച്ചക്കക്ക് ഞാൻ വോട്ട് ചെയ്യാ. ഇന്നെ നാണം കെടുത്തി നാട് മുഴുവൻ നടത്തിച്ചിട്ട് എന്നിട്ട് വോട്ടും ചോദിച്ചു ഇങ്ങോട്ട് വന്നിക്ക. നിങ്ങളെ കൂട്ടത്തിൽ ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നല്ലോ, റഹ്മാനിക്ക. എന്തേ, എവിടെ? ഗൾഫിക്ക് മുങ്ങിയില്ലേ? അതൊന്നല്ല, മുങ്ങി നടക്കന്നെ. ഇന്റെ മുന്നിക്ക് അയാൾ വരൂല. എനിക്ക് പേര് ശരിയാക്കി തരാ, അത് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടേ ഞാൻ എത്രയും ഒരു അപേക്ഷ വെച്ചിട്ട് ഇന്ന് വരെ ശരിയാക്കി തന്നിണ. എന്തേ ഒന്നും പറയാല്ലേ നിങ്ങൾക്ക്? ഇവിടെ കടച്ചക്ക ഇപ്പൊ അങ്ങനെ ജയിക്കണ്ട. കർമൂസക്കായി ജയിക്കാത്തോടത്ത് കടച്ചക്ക ജയിക്കണ്ട. ഇന്ത്യ അസർപ്പിന്റെ വോട്ട് നിങ്ങൾക്ക് തരൂല്ല. മാരിയേക്ക് പോയിക്കോളിയാട്ടോ. ഇങ്ങെന്താ അവിടെ തിരിഞ്ഞളിക്കണേ? എന്താ റഹീംക്ക ഇപ്പൊ നിങ്ങൾക്കൊന്നും പറയാനില്ല അല്ലേ? റഹീമ, അന്നിന്റെ പാത്തുനെ തോൽപ്പിച്ചിട്ടാ പോക്ക് പോയതല്ലേ? പറഞ്ഞോക്കട്ടെ. അസർപ്പ രണ്ടാൾ കഴിഞ്ഞൊക്കെ മറക്കണം. നിങ്ങളെ വോട്ട് കടച്ചക്ക തന്നെ ചെയ്യൂലേ? അസർപ്പക്ക ആ ചോലി എടുത്ത് തന്നാണ്. വോട്ട് വെച്ച് വന്നിക്കുന്നു. സതുവോ, ഇതേ നമുക്ക് വേറൊരു കളി കളിക്കേണ്ടി വരും. എന്നാലേ ആ 2 വോട്ട് ഇങ്ങോട്ട് പോരുള്ളൂ അല്ലേ? വാ. കടച്ചക്ക പോയതൊക്കെ പോയി. ഇത് മാരാരാണ്. ചിഹ്നം ഗ്യാസിന്റെ കുറ്റി. അപ്പൊ 2 ആളെ വോട്ടും, പാത്തുവിന്റെ വോട്ടും അസർപ്പിന്റെ വോട്ടും മാരാർക്ക് വേണം. മാരാരെ വിജയിപ്പിക്കണം. പിന്നെ നിങ്ങളെ പ്രശ്നം എനിക്കറിയാം. വർഷങ്ങളായിട്ട് നിങ്ങൾ വാടക വീട്ടിലാണെന്നുള്ളത് പരിഹരിക്കാം. 2 മാസത്തെ വാടക മാരാര് കൊടുക്കും. ഇനി എന്താ പാത്തുവിന്റെ ആവശ്യം? പറഞ്ഞോട്ടെ. 2 മാസത്തെ കറണ്ട് ബില്ല് ഉണ്ട് അടയ്ക്കാന്. പിന്നെ ഗ്യാസും തീർന്നടക്കാം അവിടെ. പിന്നെ പാലിന്റെ പൈസ ഉണ്ടാവുമല്ലോ. അപ്പൊ കറണ്ട് ബില്ല്, പാലിന്റെ പൈസ, ഗ്യാസും കുറ്റി ഒരു 3 മാസത്തെ ഓഫർ മാരാര് ജയിച്ചാൽ. പിന്നെ അസർപ്പിന്റെ കാര്യം അതെനിക്കറിയാം. അസർപ്പിന്റെ ചെരുപ്പ് പൊട്ടിണ്ടില്ലേ തേഞ്ഞിട്ട്? എന്റെ സുഹൃത്തിന്റെ കട ഉണ്ട്. സദോ ഒരു ചെരുപ്പ് ഒന്ന് വാങ്ങിക്കൊടുക്കണം. പിന്നെ സൈക്കിള്, പുതിയൊരു സൈക്കിള് മാരാറിന്റെ വക. മാരാറ് ജയിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് 2 പൂട്ട്. കാരണം പൂട്ട് ഇടക്കിടക്ക് പോണല്ലോ. ഒന്ന് പോയാൽ അടുത്ത പൂട്ടിടാലോ. പിന്നെ ഒരു കൈക്കോട്ടും അനക്ക് പണിക്ക് പോവാൻ പോരെ. ഇത്ര ചെയ്താൽ പോരെ മാരാര്? ഇനി എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാ പറഞ്ഞോളി, മാരാര് ചെയ്തു തരും. ഓക്കെ അല്ലേ? അപ്പോൾ ചിഹ്നം മറക്കണ്ട. ഗ്യാസും കുറ്റി നിങ്ങൾ 2 വോട്ട് മാരാർക്ക് വേണം. മാരാരെ വിജയിപ്പിക്കണം. മാരാര് നിങ്ങളെ കൂടെ ഉണ്ടാവും. പോയിക്കോട്ടെ. സതുവോ, പേരും പറമ്പൊക്കെ വെക്കേണ്ടി വരും 2 വോട്ടിന് വേണ്ടി. അതെന്തായാലും വെക്കേണ്ടി വരും. നമ്മൾ പെട്ടില്ലല്ലേ?